അടുക്കളയിലെ പാത്രത്തിൻ്റെ തട്ടുമുട്ടും കേട്ടിട്ടാട്ടോ എല്ലാ ദിവസവും എണീക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് രാവിലെ എണീറ്റപ്പം ഒരു മഴ പെയ്ത് തോർന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയൊരു വെയിലിനുള്ള സാധ്യതയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇന്ന് കാലാവസ്ഥയൊക്കെ കണ്ടിട്ട് ഒരു വെയിൽ വരുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. അമ്മ രാവിലെ തന്നെ അമ്മയുടെ എല്ലാ ജോലിയും തീർത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് വന്നപ്പോൾ അമ്മ അടുപ്പത്ത് ചോറിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ പാത്രം കഴിച്ചും മുറ്റം തൂക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മ നേരത്തെ തന്നെ ഇത് തോട്ടിലേക്ക് ഇറങ്ങി പോയി കേട്ടോ. രാവിലെ വെള്ളത്തിന് നല്ല തണുപ്പാട്ടോ. പക്ഷെ അമ്മയ്ക്ക് അതൊന്നും അത്ര വിഷയമൊന്നും അല്ല കേട്ടോ. അമ്മ രാവിലെ തന്നെ തുണിയെല്ലാം കഴുകിയിടുന്നുണ്ട്. വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുണിയെല്ലാം ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അത് വിചാരിച്ച് അമ്മ ഇത് നേരത്തെ തുണി അലക്കാനായിട്ട് തോട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ തോട്ടിൽ നിൽക്കുന്ന കണ്ട് ഞാനും താഴേക്ക് ഇറങ്ങി ചെന്നു കേട്ടോ. ഞാനപ്പോൾ പല്ല് തേക്കാനാണ് കേട്ടോ തോട്ടിലേക്ക് ഇറങ്ങി ചെന്നത്. പിന്നെ കുറച്ച് നേരം വെള്ളത്തിലിറങ്ങിയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് അമ്മയുടെ കൂടെയാണ് കേട്ടോ പിന്നെ തിരിച്ച് കയറി പോരുന്നത്. ഈ തോട്ടിൽ അങ്ങനെ വേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഒഴുക്കുള്ളത് കൊണ്ട് നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന വെള്ളമാണ്. പിന്നെ ഞങ്ങൾക്ക് വർക്ക് ഏരിയയിൽ അതായത് അടുക്കള വശത്ത് നല്ല പടുതയൊക്കെ കീറിപ്പോയിട്ടുണ്ടായിരുന്നു. പടുത വലിച്ച് കെട്ടിയേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ പുതിയത് കെട്ടാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടെ ഇന്ന് ഭയങ്കര ജോലിയാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ കാലാവസ്ഥ നല്ലതായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൈഡിൽ കുറേ കൊന്നക്കമ്പൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞു. പിന്നെ ഇത് ഈ ഒരു തൂണ് ഇവിടെ വലിച്ച് കെട്ടണമായിരുന്നേ. തൂണി ഇവിടെ നാട്ടണമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേണം പടുത വലിച്ച് കെട്ടാനായിട്ട്. അപ്പം അച്ചാച്ചി അനിയനും ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്കപ്പോൾ ഇന്ന് വർക്കുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ ഇന്ന് എല്ലാ ജോലിയും ചെയ്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഏലത്തിനകത്ത് അമ്മയ്ക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ അതിനൊക്കെ ആയിട്ട് ഏലത്തിനകത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ. എന്ത് ചപ്പ് കൂട്ടാനോ. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഭയങ്കര മഴയായി കേട്ടോ. പക്ഷേ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കാലാവസ്ഥ എന്തായാലും നല്ലതായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ജോലിയെല്ലാം നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്നും തീരാതെ ബാക്കിയായിട്ടൊക്കെ കിടന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.